പത്തനംതിട്ട പന്തളത്ത് കക്കൂസിൽ ഭക്ഷണം പാചകം ചെയ്ത അതിഥി തൊഴിലാളികൾ. സ്വകാര്യ വ്യക്തി അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലെ കക്കൂസിലാണ് ഭക്ഷണം പാചകം ചെയ്തത്. ഇവിടെ നിന്ന് ഭക്ഷണം പാഴ്സലായി നൽകിയിരുന്നുവെന്നും കണ്ടെത്തൽ. നഗരസഭ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടെത്തിയത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, പരിശോധന നടത്തുകയായിരുന്നു വിവരങ്ങളെ തുടർന്ന്. മാധു, ഇത്തരത്തിൽ ലഭിച്ച പരാതിയെ തുടർന്ന് ഈ പന്തളം നഗരസഭയുടെ ആരോഗ്യ വകുപ്പ് മിന്നൽ പരിശോധന നടത്തുന്നതിനാണ് ഈ സ്വകാര്യ വ്യക്തി, കടക്കാട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തി അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന ബിൽഡിംഗിൽ നിന്നും ഭക്ഷണം പൊതിഞ്ഞ് കച്ചവടം ചെയ്തു വരികയായിരുന്നു. ഈ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസിലായിരുന്നു ഈ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നത്. വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ചാണ് ഭക്ഷണം പാചകം ചെയ്ത് തുടർന്ന് ഇത് വിൽപ്പന നടത്തിയിരുന്നെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പന്തളം നഗരസഭാ സെക്രട്ടറി EB അനിത, അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ടുള്ള സജിത S തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ മിന്നൽ പരിശോധന. എന്തായാലും 2025 സമയത്തും പന്തളത്ത് ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന അധികൃതർ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതേ സമാന സംഭവങ്ങളാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നതെന്നുള്ളതാണ്. അന്ന് പന്തളത്തെ ഈ കടക്കാവൂർ പ്രദേശത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണ സാധനങ്ങൾ കക്കൂസിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പാചകം ചെയ്തതിനുള്ള ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ചായിരുന്നു. പന്തളം കടക്കാട് പ്രദേശത്ത് ഈ സംഭവം അതീവ ഗുരുതരമായി തന്നെ ഇരിക്കുകയാണ്. കാരണം നിരന്തരമായി ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുള്ള പരാതികൾ വ്യാപകമായി വരുന്നുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 2025 3 ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതുമാണ്. പ്രധാനമായിട്ടും ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന ഹോട്ടലുകളാണ് അന്ന് അടച്ചുപൂട്ടിയത്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വീടുകളിലും അതേപോലെ തന്നെ മറ്റ് ബിൽഡിങ്ങുകളിലും ഒക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ പാചകം ചെയ്ത് അതിഥി തൊഴിലാളികൾക്ക് തന്നെ വിൽപ്പന നടത്തുന്നുള്ള ഒരു പരാതിയെ തുടർന്നായിരുന്നു ഈ മിന്നൽ പരിശോധന നടത്തിയത്. ഈ ഹോട്ടലും പരിസരവും ഒക്കെ വൃത്തിഹീനമാണെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ് വൃത്തിയില്ലാത്ത ഹോട്ടലുകൾ നടത്തിയിരുന്നെന്നുള്ളതും നിലവിൽ വ്യക്തമായിരിക്കുകയാണ്. കെട്ടിട ഉടമകളുടെ ബിനാമികളാണ് തൊഴിലാളികളെന്നും വിവരങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ 1.5 ആഴ്ച മുൻപ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒക്കെ പരിശോധന നടത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കടക്കാവൂർ പ്രദേശത്തെ ബിൽഡിംഗിലാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രവർത്തിച്ചു വന്നിരുന്നതും തുടർന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തുകയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് എന്നത് ആലോചിക്കണം. അവിടെ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് പൊതിഞ്ഞ് നൽകിയിരുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കക്കൂസിലാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുകയും പുറത്തേക്കടക്കം നൽകുകയും ചെയ്തത്. എന്തായാലും ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ആ സംവിധാനത്തിന് പൂട്ടിട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്രയും കാലം എങ്ങനെയാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നതാണ്. എത്രത്തോളം മോശമായ സാഹചര്യത്തിലാണ് ആളുകൾ ഭക്ഷണം പാചകം ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നത് എന്നത്.